ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ. പക്ഷേ കുക്കിങ്ങിൻ്റെ മുന്നേ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. വെജിറ്റബിൾസും ഫ്രൂട്ട്സും കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന പാടെ അത് നമ്മൾ ഫ്രിഡ്ജിലും പുറത്തൊക്കെ സ്റ്റോർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ഒന്ന് ചെയ്യാൻ വേണ്ടി നോക്കുക. കാര്യം വളരെ സിമ്പിളാണ്. നമുക്ക് കഴുകേണ്ട വെജിറ്റബിൾസ് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ തിരുമ്പുമ്പോൾ യൂസ് ചെയ്യുന്ന സോപ്പ് പൊടിയില്ലേ, ഏത് സോപ്പ് പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ. സോപ്പ് പൊടി കുറച്ച് ഒരു സ്പൂണിൻ്റെ ഒക്കെ അടുത്തൊരു തിരിച്ച് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴുകിയെടുക്കുക. സോപ്പ് പൊടി ആയതുകൊണ്ട് അധികം കേടൊന്നുമില്ല. ചിലവരൊക്കെ വിചാരിക്കുന്നുണ്ടാവും സോപ്പ് പൊടി ഇട്ടിട്ട് വെജിറ്റബിൾസ് കഴുകിയെന്ന്. അതിനൊരു കുഴപ്പമില്ല. കാരണം അത് വാഷ് ചെയ്ത് കഴിഞ്ഞ് വെള്ളം വെച്ച് പോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സോപ്പ് പൊടിൻ്റെ ചൊയ ഒന്നും അതിൻ്റെ മുകളിൽ ഉണ്ടാവില്ല. നമ്മൾ കെമിക്കൽസ് കഴിക്കുന്നതിനേക്കാളും ബെറ്റർ അല്ലേ ഇങ്ങനെ കഴുകിയെടുത്ത് നമുക്ക് നല്ല സമാധാനത്തോടു കൂടി ഫുഡ് കഴിക്കാമല്ലോ. നമ്മളിവിടെ കാലങ്ങളായിട്ട് ഇമ്മ അങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അസുഖങ്ങൾ വന്നിട്ട് ചികിത്സിക്കണേക്കാളും നല്ലതല്ലേ നമ്മൾ അസുഖങ്ങൾ വരാതെ നോക്കുന്നത്. ഇപ്പോൾ ക്യാൻസർ അങ്ങനത്തെ പല പല രോഗങ്ങളും കൂടിക്കൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെയൊക്കെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ വെജിറ്റബിൾസിൻ്റെ മുകളിലുള്ള ഈ കെമിക്കൽസ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കുറേ ഫിലിമിലൊക്കെ കാണലുണ്ട്. ഇപ്പോൾ ഹൗ ഓൾഡ് ആർ യു എന്നുള്ള മൂവിയിൽ മഞ്ജു വാര്യരൊക്കെ പറയുന്നുണ്ട് എത്രത്തോളം കെമിക്കലാണ് ഈ വെജിറ്റബിൾസിൻ്റെ മുകളിൽ ഇടുന്നത്. ആ മൂവിയിൽ നമുക്ക് നല്ലോണം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിലർക്ക് മടി ഉണ്ടാവും. കാരണം പച്ചക്കറിയൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ട് വേഗം അത് എടുത്ത് വെക്കാനേ നമ്മളൊക്കെ നോക്കുകയുള്ളൂ. അതൊന്ന് വാഷ് ചെയ്യണം അല്ലെങ്കിൽ ക്ലീൻ ആക്കണം എന്നൊന്നും ആരും വിചാരിക്കില്ല. കാരണം അത്രയും മടിയാണ്. പക്ഷെ നമ്മൾ അവിടെ കുറച്ച് മടി മാറ്റി വെച്ചിട്ട് അത് കൊണ്ടുവന്ന പാടെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് കഴുകി എടുത്ത് കുറച്ച് സോപ്പ് പൊടി ഇട്ടിട്ട് 2-3 പ്രാവശ്യം നല്ലോണം കഴുകി വെള്ളം മാറ്റിയെടുത്തിട്ട് അത് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സമാധാനമായിട്ട് പിന്നെ കുക്ക് ചെയ്യുമ്പോൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാം. പിന്നെ മെയിനായിട്ട് നമ്മളിത് ഇങ്ങനെ ചെയ്യേണ്ടത് വെജിറ്റബിൾസ് തൊലി ഇല്ലാത്ത വെജിറ്റബിൾസിലാണ്. കാരണം ഈ കെമിക്കൽസ് കടിക്കുമ്പം ഈ തൊലിയൊന്നും കളയാത്ത വെജിറ്റബിൾസ് ആണെങ്കിൽ നേരെ അതുമിലേക്ക് എങ്ങനെ കെമിക്കൽസ് പോകും. ഇതിപ്പം നമ്മളിവിടെ തക്കാളി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തൊലി കളയണ്ട, നമ്മൾ അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്ന വെജിറ്റബിളാണ്. തക്കാളി, പച്ചമുളക് അങ്ങനത്തെ വെജിറ്റബിൾസൊക്കെ നമ്മൾ മെയിനായിട്ട് എടുക്കേണ്ടത്. ഇപ്പോൾ ഉള്ളിയൊന്നും നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഉള്ളിൻ്റെ മുകളിൽ തൊലി ഉണ്ടല്ലോ, അത് നമ്മൾ കളഞ്ഞിട്ട് ഒന്ന് വാഷ് ചെയ്താൽ മതി. അത്ര ഉള്ളിലേക്ക് അങ്ങനെ എത്തൂല. പിന്നെ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് അതൊന്നും അങ്ങനെ കഴുകേണ്ട ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെ ഡയറക്റ്റായിട്ട് നമ്മൾ വാഷ് ചെയ്ത് യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസാണ് ഇങ്ങനെ കഴുകിയെടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഭാവിയിൽ അസുഖങ്ങളൊന്നും വരാതെ നിൽക്കാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതല്ല. അപ്പം നമ്മൾ നല്ലോണം വാഷ് ചെയ്തിട്ട് കെമിക്കൽസൊക്കെ നമുക്ക് 100% പോയി എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും നമുക്കൊരു 95% ഓക്കെ പോയി എന്നുള്ളൊരു സമാധാനം ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ തക്കാളി നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു 1/2 hour അല്ലെങ്കിൽ ഒരു 1 hour ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉണങ്ങി കിട്ടും, വെള്ളം മുഴുവനും മാറി കിട്ടും. എന്നിട്ട് അത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ തക്കാളിയാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ഞാൻ ഇനി കുറച്ച് പച്ചമുളകും കുറച്ച് വെണ്ടയ്ക്കയും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും അതുപോലെ തന്നെ സെയിം. കാരണം വെണ്ടയ്ക്കും നമ്മൾ തൊലി കളയുന്നില്ല, പച്ചമുളകും തൊലി കളയുന്നില്ല. അതുകൊണ്ട് അത് നന്നായിട്ട് കഴിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വെള്ളത്തിലിട്ടിട്ട് സോപ്പ് പൊടി ഇട്ടിട്ട് കുറച്ചും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതും കഴുകിയെടുക്കുകയാണ്. അസുഖങ്ങളില്ലാതെ ജീവിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം. എത്ര പൈസ ഉണ്ട് പറഞ്ഞിട്ടും എത്ര ഹാപ്പിയാണെന്ന് പറഞ്ഞിട്ടും ഒന്നും കാര്യമില്ല. അസുഖങ്ങൾ വന്നാൽ നമ്മുടെ ജീവിതം കഴിഞ്ഞ്. അപ്പം അസുഖങ്ങൾ വരാതെ നിൽക്കാനുള്ള വഴി നമ്മൾ തന്നെ കണ്ടെത്തുക. അപ്പോൾ കുറച്ച് സമയം ഇതിന് വേണ്ടി നമ്മൾ ഈ വെജിറ്റബിൾസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് അത്രയും നല്ലതാണ്. കാരണം അത്രയും കെമിക്കൽസാണ് അതിൻ്റെ മുകളിലൊക്കെ ഉള്ളത്. അപ്പം കുറച്ച് ടൈം ഇതിന് വേണ്ടി മാറ്റി വെച്ചേ പറ്റൂ. പിന്നെ പച്ചക്കറിൻ്റെ പോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒന്നാണ് ഫ്രൂട്ട്സ്. കാരണം ഫ്രൂട്ട്സിൻ്റെ മുകളിലും ഇതുപോലെ നല്ല കെമിക്കൽസൊക്കെ വരുന്നുണ്ട്. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞപ്പോൾ മെയിനായിട്ട് ആപ്പിൾ, പേരക്ക അങ്ങനത്തെ മുകളിലൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. പിന്നെ ഓറഞ്ചൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിച്ച് കഴിക്കും. കാരണം ഓറഞ്ചിൻ്റെ മുകളിലൊക്കെ നല്ല കട്ടിയുള്ള തൊലി ഉള്ളതുകൊണ്ട് അത് പറിച്ചിട്ട് നമ്മൾ കഴിക്കുമ്പോൾ സേഫാണ്, കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് കഴിക്കാത്ത ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് ഇങ്ങനെ വാഷ് ചെയ്തെടുക്കേണ്ടത്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് വെജിറ്റബിൾസ് കഴിക്കാമല്ലോ. ഇപ്പം ഒരു നേരത്തേക്കുള്ള വെജിറ്റബിൾസ് വാങ്ങിയിട്ട് അത് ഒറ്റയടിക്ക് തന്നെ ഇതേപോലെ വാഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കഴിയുന്നവരെ നമുക്ക് അങ്ങനെ കഴുകേണ്ട ആവശ്യമില്ലല്ലോ. ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ജസ്റ്റ് കുക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ എടുത്താൽ മതി. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ചെയ്യേണ്ടത്. ഇതിപ്പോൾ നമ്മൾ വാങ്ങി കൊണ്ടുവരുന്ന സമയത്തൊന്ന് ഇങ്ങനെ ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ അടുത്ത പ്രാവശ്യം വാങ്ങുമ്പോൾ നോക്കിയാൽ മതിയല്ലോ. ഓക്കെ, ഇതപ്പോൾ അതും ചെയ്തെടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്കും പച്ചമുളകും കഴുകിയിട്ടുണ്ട്. അതേപോലെ തന്നെ പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക. ആ വെള്ളമൊക്കെ ഒന്ന് പോയി ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പച്ചക്കറി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതായിരിക്കണം. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.